പിന്നെന്താ അവിടെ അങ്ങനെ കൃഷ്ണനാരാണ് ഈ വിളക്കിന്റെ സംഭവം. ആ കൃഷ്ണനാർ ഇട്ട 4 ശില എപ്പോഴും ഒടിയും. അതിന്റെ മുകളിലാണ് ഇപ്പൊ ഞങ്ങളൊക്കെ അമ്പലം. ഞാൻ 3 കൊല്ലം ഈ വിളക്ക് നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ അത് ഞാനാണ്. മനസ്സിലായില്ല. കൃഷ്ണനാര് പലരും കൃഷ്ണനാര് പറഞ്ഞു ഇനി നടത്താൻ സാധ്യമല്ല, അതുകൊണ്ട് കാണിപ്പാട്ടായിട്ട് നടത്താന്നുള്ള വിവരം കിട്ടും. അപ്പൊ ഞാൻ അറിഞ്ഞപ്പോ ശരി, അത് ശരിയെന്ന് വെച്ച് മുഴത്തെ വീടിനോട് ചോദിച്ചാൽ മുമ്പേ അറിയില്ല, എനിക്കറിയാം. ഞാൻ വേണുവിനെയും കൊടുത്തിട്ടാണ് ശ്രീകൃഷ്ണ വിലാസിന് മുമ്പ് ഫാമിലി ആയിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ സിനിമയാണ്. അങ്ങനെ കണ്ടത് ഞാൻ കടന്നു പോകണം. അപ്പം ഞാൻ അവിടെ നല്ല ഡ്യൂട്ടിയിൽ നല്ല വിളിച്ചിട്ട് കൃഷ്ണനാരെ ഒന്ന് വരാൻ പറഞ്ഞു. ഇത് വന്നു. അത് ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ കേൾക്കില്ലോ പറഞ്ഞു. അതേ അത് ശരിയാണ്, സാമ്പത്തികം വരാൻ പറ്റില്ല, മൂലങ്ങളൊക്കെ തന്നെ നടത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വിളക്ക് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരെണ്ണത്തിൽ ഏതാ നിങ്ങൾ പറഞ്ഞ എന്നുവെച്ചെങ്കിൽ അതിനുള്ള പണം ഞാൻ തിരിച്ചു തരാൻ തോന്നും. ശരി എന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കുക. എന്താ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു. അന്ന് പിരിക്കാൻ പോയി കഴിഞ്ഞാൽ ഓരോ വീട്ടിൽ പോയാൽ 4 അണ പറഞ്ഞ ഇന്നത്തെ 25 പൈസ. ഇപ്പൊ 25 പൈസ എന്ന് പറഞ്ഞാൽ പോലും അറിയില്ല, അതുകൂടി മറന്നുപോയി. അന്ന് 4 അണ. ആ 4 അണയാണ് ഓരോ വീട്ടിൽ പോയി കിട്ടുക. അതേമാതിരി 8 അണ, 1 ഉറുപ്പ്യ, 2 ഉറുപ്പ്യ. ആരെങ്കിലും അപൂർവമായി തരികയാണെങ്കിൽ 5 ഉറുപ്പ്യ. ഇത്രേ ഉള്ളൂ. എന്നാൽ വലിയ കാര്യമായി. അങ്ങനെ തിരിച്ച് ചേട്ടാൻ്റെ വിളക്ക്. അപ്പോൾ ഞാൻ പാർട്ടി ചുറ്റിപ്പണ്ണുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കുടി വിളിച്ചപ്പോൾ അങ്ങോട്ടൊക്കെ ഇവിടെ എടുത്തേക്കാണ്. കാലത്ത് പഞ്ചവാദിക്കാരും വിളക്കാനൊക്കെ പോകുമ്പോൾ പൈസ കൊടുക്കണ്ടേ. അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെ 3 കൊല്ലം ആകെ 3000 ഉൾപ്പെടെ താഴെ അന്ന് ചെലവ് വന്നിട്ടുള്ളൂ. ഇന്നിപ്പോ 3000 രൂപ ഒരിടത്തിലും ജില്ലയിൽ തികയില്ല. അങ്ങനത്തെ ഇന്നിപ്പോ ആൾക്കാർക്ക് 35,000. മൂപ്പരി നേരത്തെ പറഞ്ഞ മാതിരി ഭജനയാണ്. അവിടെ ഭജന നടക്കും. പിന്നെ നമ്മുടെ പടക്ക് ശബരിമലയ്ക്ക് പോകുമ്പോഴും ഭജന പാടിയിട്ട് മൂപ്പരുണ്ടാവും. അവിടെ ഓരോ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച്, ഞാൻ കുറേ പ്രാവശ്യം ഒക്കെ ഒരുമിച്ച് പോയിട്ടുണ്ട്. ഒരുമിച്ച് ഞങ്ങളൊക്കെ ഒരുമിച്ച് ഭജന ചരിച്ചിട്ട് പോവുക. അങ്ങനെ അതിൻ്റെ ഒരു നേതൃത്വം മൂപ്പർക്ക് ഉണ്ടായിരുന്നു. ഈ ഭക്തസംഘവും ഈ വക കാര്യങ്ങൾക്ക് മൂപ്പര് വലിയ ഇതാണ്ടായിരുന്നേ. അതേമാതിരി മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടും വൈസ് പ്രസിഡൻ്റായിട്ടും ഇങ്ങനെയൊക്കെയുണ്ട്. മാത്രമല്ല എന്തെങ്കിലും വ്യാപാര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഗൗരവമായി വന്നാൽ മൂപ്പര് മുന്നിലേക്ക് നിൽക്കും. മുന്നിലേക്ക് ആക്കുലി കാണിക്കും. മനസ്സിലായിട്ട്. കാരണം മൂപ്പരെ പറ്റി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മൂപ്പര് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. അപ്പം വലിയ ബാക്കി മൂപ്പരൊക്കെ നോക്കിക്കോളും. എന്തിനും എന്താ തോറ്റോടുക്കുന്ന സമ്പ്രദായമില്ല. അങ്ങനെ കാര്യമില്ല. പിന്നെ സംസാരിക്കുകയാണെങ്കിൽ ശരി, തർക്കിച്ച് കഴിവുണ്ട് മൂപ്പർക്ക്. അതാണ് അങ്ങനെ വളരെയധികം കാലം വ്യാപാരമായിട്ട് ഇങ്ങനെ ഫാമിലി അച്ഛനമ്മ ഒന്നും പെടല്ലേ ഇവിടെ ഇല്ല. ആളായിട്ട് ഞാൻ ചോദിച്ചതേ അച്ഛനമ്മയോ എന്താണ് കണക്ഷൻ? അദ്ദേഹമായിട്ട് തന്നെ വന്നുള്ളതാണ്. ആള് ഏട്ടനൊക്കെ ഉണ്ടോ? രാധാകൃഷ്ണന്റെ ഏട്ടനൊക്കെ അതായിട്ട് നമുക്ക് എന്താ സംശയിക്കണ്ട. ഈ ആരടാന്ന് ചോദിച്ച് അടിപ്പിട്ട് കളരി കൊടുത്തിട്ട് കണ്ടാലുണ്ടേ പിന്നെ അതിനടുത്ത് കുഞ്ഞപ്പതിയാര്, കുഞ്ഞപ്പ, മീനാക്ഷി അമ്മ പഠിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ആളെ വിളിക്കലായിരുന്നു. അതിലിപ്പോഴും ഇവിടെ വരാൻ അമ്മയില്ലേ, ഇവിടെ വരാൻ ഒത്തിരി അമ്മക്കായിട്ട്. അതായത് മൂപ്പര പെങ്ങളല്ലേ. സത്യനാരായണ പോയി വരാം. ഞാൻ 5 മണി കഴിഞ്ഞാൽ തോർത്തിട്ടുണ്ടോ ഇല്ലാച്ച മുളകുണ്ട്. ഒരു അലുമിനിയത്തിന്റെ തകട, മറ്റേ സ്വർണ്ണ തകട ഇവിടെ കെട്ടിയിട്ടുണ്ടാവും. ഇത് നിറച്ച് ബസ് കൊണ്ടാ ദിവസം ചവിട്ടി കയറുന്ന സ്ഥലല്ലേ അവിടെ ഉണ്ടാവും. അന്ന് ഇതിനെ ഒരാളും തിരിഞ്ഞു നോക്കി. ഇന്നിപ്പോ ലോക പ്രസിദ്ധന അവിടെ ചെന്നാലും അയ്യപ്പനായ സംസ്കൃതമായ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ ഉണ്ടോ? സത്യനാരായണ കുറിച്ച് ആനയെ നടത്തുന്ന വിഷയം പറഞ്ഞു. ഒരു ഭജന നടത്തിയത് എന്തൊക്കെ ചരിത്രം. ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന് അന്നും തൊട്ട് പരിപൂർണ്ണ മാറ്റമില്ല.
കീഴ്പ്പെട്ട് തല്ലിട്ട് പോകുന്നു. ആദ്യം കൊണ്ട് ആര് കൊണ്ട് ആന വരുന്ന പൂച്ച വരുന്ന അറിയില്ല. ആരെങ്കിലും അങ്ങനെ അവസ്ഥയാണ്. ഓ അല്ലേ അല്ലേ ഞാൻ പെട്ടെന്ന് വണ്ടിയിലായാലും അവസ്ഥയില്ല പാതൊന്നും കൊടുക്കാം സത്യം. അങ്ങനെ പോവും അവിടുന്ന്. അതാണ് ആരോഗ്യം. ആ നാട്ടാ പോണ്ടുള്ള വാഹനത്തിൽ പരിപാടിയില്ലല്ലോ. അവിടെ അടക്കി വെച്ചിട്ടുണ്ടാവും ഈ ഫോട്ടോയുടെ ചില്ലിന്റെ ഇതില്ലേ എന്താ പറയാ ഫ്രെയിം. എന്നിട്ട് അതിലേക്ക് ഭാഗത്ത് നോക്കിയാൽ അയ്യപ്പൻ നായര് കാലം നീട്ടി കടന്നു നീട്ടിക്കുന്നത് ഈ ആഴി അടിക്കലെല്ലാം പാടി. 5 മണി കഴിഞ്ഞാൽ ജോലി തീർക്കുന്ന ആൾക്കെല്ലാം വരും. അങ്ങനെ ഗുരുവായൂർ അനുഗ്രഹിച്ച അങ്ങനെ അത് കഴിഞ്ഞ് പാർശ്വതായാലും ഇപ്പൊ തുടർന്ന് കൊണ്ടൊരു കുടയുണ്ടാവും. അവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ആൾക്കാരുടെ ആ ചെയ്തികളുടെ ആ പ്രവൃത്തിയുടെ ഫലം വേറെപ്പാട് കൊടുത്തു. അയാളെ അനിയനല്ലേ ഭാസ്കർ നായരെ കാവേരി തിരഞ്ഞെടുത്ത് ഒരു വലിയ പെടായില്ലേ ദുബായില് നിന്നിട്ട് നിൽക്കൂ. മുമ്പേ സന്ധ്യ വരെ എണ്ണ തേച്ചിട്ട് ഒരു ട്രെയിലൊക്കെ പറ്റി വന്നപ്പോണ്ട് ആ സമയത്തൊന്നാ ചെന്ന് നോക്കുമ്പോ ഗുരുവായൂർ എത്താൻ തടവ് ചേച്ചി നിന്നോട് അവിടെ എന്താ ചെയ്തത് നിക്കണി അവിടെ കയറി അവിടെ ആ പോതരം മുട്ട നിക്കി പേടിയൊന്നുമില്ല പറഞ്ഞ എനിക്ക് ഒരു വിഷമമില്ല. എന്റെ മുമ്പിലേക്ക് തോന്നും പറ്റി വരൂല്ല. ഞാൻ ചെല്ല സ്വാമി പറയുമ്പോ ഞാൻ കയറി ചടണ്ടാക്കിട്ട് മിണ്ടാണ്ടിരിക്കുക. ഇവരൊക്കെ ഓരോരുത്തരെ ഗുരുവായൂർ വന്നിട്ട് എന്തെടുത്തു സ്വാമി ഗുരുവായൂർ മറ്റേ റോയൽ കുഞ്ഞരാമൻ എന്തൊരു സ്വാമി അങ്ങനെ ഒരു മോതിരം ഞാൻ ഈ വയസ്സിൽ ഇടയ്ക്ക് കണ്ടിട്ടില്ലേ. ഗുരുവായൂരപ്പം കൊടുത്തല്ലേ ആ മൂപ്പര് തിരിച്ചെടുത്തില്ലേ. ഒരു കൊട്ടപ്പായൽ കിടന്ന് പട്ടി കഴിച്ച് ചിറിളിച്ച് വെള്ളം കുടിക്കാണ്ട് വീടിന്റെ പണ്ട് സ്വന്തം ഭാര്യയും മക്കളും മകള് വക്കീല. ഞാൻ നാളെ മകളെ കണ്ടു ഞാനോട് ഒരാളും ആയിക്കോട്ടെ ഞാൻ ഹത്യാറാണ്. ആ ഗുരുവായൂരപ്പന്റെ മുമ്പില് അഹങ്കരിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ആദരിച്ചവരൊക്കെ കിട്ടിയത് എല്ലാം ഉണ്ടാവും. കാണാനുണ്ടാവും എല്ലാതും ബൈബില് മൂപ്പർക്ക് അതിൽ പെട്ട ഒരാളാണ് ഈ മഹാൻ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇത് സാനിറ്ററിയാണേ. അവിടെ പോയിട്ട് എന്താ എഴുതി കൊടുത്താൽ അവർ കഴിച്ചു അതൊന്നും ചെയ്തിട്ടില്ല. അതൊരു ക്യാമറ തന്നെ. മറ്റാളങ്ങനെ ഇല്ലേ. ചെറിയൊരു വ്യത്യാസം ഇല്ലേ നമ്മൾ കണ്ടതാ. കണ്ടു കണ്ടങ്കിരിക്കും ജനങ്ങളെ ഇല്ലേ. ഞാൻ ചെല്ലുന്നില്ല പിന്നെ അത് അപ്പൊ എന്നോട് ഒരാൾ പറയാ വീടിയാണ് മകളാ അതിലേക്ക് പറയാൻ വിളിക്കും. അതാണ് കഥ. എന്തായിരുന്നു അല്ലേ കോർണപ്പല്ല് അത് കാണാൻ വേണ്ടി ചിരിക്കുകയാണ്. ആ അവസാനത്തെ ഒരു കഥ കഥ ഭഗവാനെ ഗുരുവായൂരപ്പ ഇത് മനസ്സിലാക്കിയില്ല. ഗുരുവായൂർ വന്നോരെ വെച്ചാൽ സംശയിക്കാൻ തന്റെ പഠിക്രമം മിണ്ടിയില്ല. അന്നും അദ്ദേഹം അങ്ങനെ തന്നെ ഷർട്ട്